ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മത്തായി 7:15-16 വാക്യങ്ങൾ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗിരിപ്രഭാഷണ വേളയിൽ കർത്താവ് നൽകുന്ന ആത്മീക, ഭൗതിക, സദാചാര ഉപദേശങ്ങളിൽ എക്കാലത്തും പ്രസക്തമായി നിൽക്കുന്നതും വളരെയധികം സൂക്ഷിക്കേണ്ടതുമായ മറ്റൊരു കാര്യമാണ് ഈ വേദഭാഗം. മുൻപ് പറഞ്ഞ 2 മാർഗങ്ങളോടുള്ള ബന്ധത്തിലാണ് ഇപ്രകാരം കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അകമേ അവർ ദൈവത്തിൻ്റെ ആടുകളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നു. ആടുകളെ അല്ലെങ്കിൽ ആടിൻ്റെ വേഷം ധരിച്ച് അവർ ആടുകളുടെ ഇടയിൽ കടക്കും. തൻ്റെ കഷ്ടതയ്ക്ക് കാരണമായി വിശുദ്ധ പൗലോസ് പറയുന്ന കള്ള സഹോദരന്മാരാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ചെന്നായ്ക്കളെ സൂക്ഷിച്ചു കൊള്ളുവാൻ പൗലോസ് എഫസോസിലുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്. അതിനാൽ അവരെ ദൈവത്തിൻ്റെയും വചനത്തിൻ്റെയും കരുതലിൽ ഭരമേൽപ്പിച്ചു. കള്ളപ്രവാചകന്മാർ തൻ്റെ ഹിതപ്രകാരമല്ലാതെ ദൈവവചനത്തിന് അനുസരണമായി സംസാരിക്കുന്നില്ല. പഴയ നിയമത്തിലും പലരെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ഹനന്യ പ്രവാചകൻ അങ്ങനെ ഒരാളായിരുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ മധ്യേ നിന്നും എഴുന്നേൽക്കുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പഴയ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള അടുത്ത ബന്ധമാണ് അവർക്ക് ഭദ്രത ഉളവാക്കുന്നത്. അങ്ങനെയുള്ള ഭയ നിർദ്ദേശ ഉപദേശങ്ങൾ പുതിയ നിയമ ഭാഗങ്ങളിൽ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിലും കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നു. ഈ കള്ളപ്രവാചകന്മാർ പ്രവചനത്തിൻ്റെ ആത്മാവൊക്കെ അവകാശപ്പെടുന്ന ആളുകളാണ്. ഉദരഭൂഷണത്തിനായി ദൈവത്തെയും ദൈവവചനത്തെയും ഉപയോഗിക്കുന്ന ആളുകളാണ്. ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെടാതെ പ്രവാചകന്മാരായി അഭിനയിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിൽ സെദക്കിയാവിനെ കുറിച്ചും യിരെമ്യാവ് 29-ാം അധ്യായത്തിൽ ഹനന്യാവിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നു. ഇവരുടെ നാശം അത് വളരെ നിരാശാജനകമായ കഷ്ടതയുള്ള ഒരു നാശത്തിലേക്ക് അവർ വഴുതി വീഴുന്നതായി നമുക്കറിയാം. പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ഒരു ശിമയോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ അവരുടെ ഫലങ്ങളാൽ അവരെ അറിയാം. വെളിച്ച ദൂതന്റെ വേഷത്തിൽ അവർ വരും, എന്നാൽ അവരുടെ യഥാർത്ഥ നില സ്വഭാവത്തിൽ നിന്നൊക്കെ വ്യക്തമാകും. അതുകൊണ്ടാണ് മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം ശേഖരിക്കുന്നില്ല, ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴവും ശേഖരിക്കുന്നില്ല. അതാത് മരത്തിന്റെ ഫലം തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നന്നായി ആടിത്തിമിർക്കുകയും അഭിനയിക്കുകയും ചെയ്ത് ആളുകളെ വശീകരിച്ച് ധനസമ്പാദന മാർഗത്തിനായി ദൈവവചനത്തെ ഉപയോഗിക്കുന്ന ചില ആളുകൾ അന്നും ഇന്നുമുണ്ട്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അടിയുറച്ച് ദൈവവചനത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം.
ദൈവത്തോടുള്ള ബന്ധം, വ്യക്തിപരമായ ബന്ധം, ദൈവം അതിനടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഇത്തരത്തിൽ നമ്മെ വശീകരിക്കുന്ന വാക്കുകൾ കൊണ്ട് ദൈവവചനത്തെ വിറ്റ് ധനം സമ്പാദിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകുന്ന സ്ഥിരതയില്ലാത്തൊരാത്മീയത വളരെ അപകടകരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ പൈതൃകം അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെ നിലനിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനത്തിൽ നിലനിൽപ്പാൻ, ആ ഒരു അടിസ്ഥാനത്തിന്മേൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനൊക്കെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാന്റെ കരുതലിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയുന്നത് കൊണ്ട് സ്തോത്രം. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ സമാധാനവും കരുണയും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.